ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് വഴിയിട്ട് നമുക്ക് 50,000 രൂപ വരെ ലോൺ കിട്ടും. എനിക്ക് 50,000 രൂപയാണ് ലോൺ കിട്ടിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കിട്ടാം. എനിക്ക് ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ വന്നിട്ട് ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ വഴിയിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ലോൺ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫിനാൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിൽ നിന്ന് ലോൺ കിട്ടിയതിൻ്റെ പ്രൂഫ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗൂഗിൾ പേയുടെ അകത്ത് നിന്ന് DMI എന്ന് പറയുന്ന ഫിനാൻസിൽ നിന്നാണ് ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൂഗിൾ പേക്കകത്ത് DMI മാത്രമല്ല, വേറെയും നിങ്ങൾക്ക് ചിലർക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല കേട്ടോ. എല്ലാവർക്കും ഗൂഗിൾ പേയിൽ ഈ ഒരു ലോൺ ഓഫേഴ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഞാനത് ഏത് ഓപ്ഷനിലാണ് അത് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ ഈ DMI ഫിനാൻസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് DMI ഫിനാൻസ് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്ക് DMI ഫിനാൻസിൽ ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഗൂഗിൾ പേക്കകത്ത് DMI ഫിനാൻസ് അല്ലാണ്ടും വേറെയും കുറച്ച് ഫിനാൻസുകളുടെ ലോൺ അവൈലബിൾ ആണ്. ഇൻ കേസ് DMIയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഫിനാൻസുകളിൽ ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങൾ ഗൂഗിൾ പേയിൽ നോക്കുക ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന്. കാരണം ഈ ഒരു DMI ഫിനാൻസ് വഴിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഫിനാൻസ് വഴിയിട്ട് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 തൊട്ടിട്ട് 1,00,000 രൂപ വരെ സിമ്പിളായിട്ട് കിട്ടും, നല്ല സിബിലുള്ളവരാണെങ്കിൽ. അതുപോലെ തന്നെ അവർ 5 ലക്ഷം രൂപ വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മിനിമം എന്തായാലും ഒരു 50,000 രൂപ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോൺ കിട്ടും. പിന്നെ വേറെ ഒന്നുമില്ല. നമുക്ക് സാധാരണ നമുക്ക് ലോൺ എടുക്കാനായിട്ട് ആധാർ, പാൻ കാർഡ്, സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട്, സാലറി ഉള്ളവരാണെങ്കിൽ സാലറി സ്ലിപ്പ്, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. പിന്നെ റീപേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ മന്ത്ലിയാണ്. നമുക്ക് ഈ വലിയ എമൗണ്ടൊക്കെ ലോൺ വരുമ്പോഴത്തേക്കും മന്ത്ലി പേയ്മെൻ്റ് ആണ്. 50,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു 3,500 ആ റേഞ്ചിലൊക്കെ വരും. പിന്നെ DMI ഫിനാൻസിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അതിനെന്താ പറയുക, നല്ല രീതിയിലുള്ള ഈ ഒരു ദിവസം വൈകുമ്പോൾ നമുക്ക് ഒരു 500 രൂപ വെച്ച് 100 രൂപ വെച്ചൊക്കെ എക്സ്ട്രാ അടയ്ക്കേണ്ടി വരത്തില്ലേ. ഫൈന് കൂടുതലാണ്. നമുക്ക് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് ഫൈൻ വരും. ഡെയിലി 100 രൂപ വെച്ച് എന്തോ അവർ ഫൈൻ എടുക്കും. അത് സിബിലിനെയും ബാധിക്കും. അതുകൊണ്ട് കറക്റ്റ് റീപേയ്മെൻറ്റ് ചെയ്യുന്ന ഒരിതാണെന്നുണ്ടെങ്കിൽ DMI ഫിനാൻസിൻ്റെ ലോൺ ഓക്കെയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് കേട്ടോ. സാധാരണ ഇപ്പോൾ ആദിത്യ ബിർളയുടെ ഒക്കെ ലോൺ നമ്മൾ എടുത്തിട്ട് കുറച്ച് ദിവസം വൈകിയാലും ഒരു 500 രൂപയോ സംതിങ്ങേ നമുക്ക് കൂടുതൽ എടുക്കുകയുള്ളൂ. പക്ഷേ DMI ഫിനാൻസ് നിങ്ങളൊരു 10 ദിവസം വൈകി കഴിഞ്ഞാൽ ഡെയിലി 100 രൂപ വെച്ച് 1000 രൂപ എക്സ്ട്രാ എടുക്കും. ആ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേയിൽ ഈ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്ത് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലും ഞാൻ ഇതുപോലെ മണി റിലേറ്റഡ് കണ്ടൻസ് എടുത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഫസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ കാണിക്കാം. നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ബിസിനസ് എന്നോ അല്ലെങ്കിൽ ലോൺസ് എന്നോ അല്ലെങ്കിൽ ഓഫേഴ്സ് എന്നോ മറ്റും നമുക്കൊരു ഓപ്ഷൻ കാണും. ഈ ഓഫേഴ്സിൻ്റെ അവിടെയൊക്കെ നമുക്ക് ലോൺസ് എന്നുള്ള ഓപ്ഷനിലാണ് ഇത് കൂടുതലും കാണുന്നത്. ഇപ്പോൾ ഇത് ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പേജിൽ തന്നെ ഡ്രാഗ് ചെയ്യുമ്പോൾ താഴോട്ട് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ DMI ഫിനാൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതാണ് കാണിക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി ലോൺ എടുത്തിട്ടുണ്ടല്ലോ. IIFL ലോൺസ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എനിക്ക് ലോൺ അപ്ലൈ ചെയ്യാനുള്ള പേജ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ബിസിനസ് ലോണോ പേഴ്സണൽ ലോണോ ഒക്കെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഞാൻ DMI എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ DMI ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് DMI ഫിനാൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആപ്പ് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ എടുത്ത ലോണിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്, 60,000 രൂപ. അപ്പോൾ ഇനി എനിക്ക് ബാക്കി 52,641 രൂപ അടയ്ക്കാറുണ്ട്. ആ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഇനി നമുക്ക് ലോൺ ഡീറ്റെയിൽസിലോട്ട് പോവാം. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ലോൺ എന്ന് പറയുന്നത് 60,000 രൂപയാണ്. 24 EMIs ആണുള്ളത്. അതിൽ 4 EMI ഞാൻ അടച്ചു കഴിഞ്ഞു. ലോൺ EMI ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. ഞാൻ 60,000 രൂപ എടുത്തപ്പോൾ എനിക്ക് മാസം 3,511 രൂപയാണ് അടയ്ക്കേണ്ടത്. 24 മാസമാണ്. എല്ലാ മാസവും 5-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോൺ ഡീറ്റെയിൽസ് പോകുമ്പോൾ 60,000 രൂപ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. കിട്ടിയത് 56,637 രൂപയാണ് അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പ്രോസസ്സിംഗ് ഫീ 2,000 സംതിങ് പോയി. പിന്നെ ടാക്സ് ഒക്കെ 500 സംതിങ് പോയി. പിന്നെ 4% GST ഉണ്ട്. പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് മന്ത്ലി 2.36% ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനിൽ. പിന്നെ ബൗൺസ് ഫീ ഉണ്ട് 767 രൂപ. പിന്നെ കൂളിംഗ് ഓഫ് പീരീഡ് 5 days ആണ്. 5 ഡേയ്സിനകത്ത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. പിന്നെ എൻ്റെ ഓഫീസേഴ്സിൻ്റെ പേരുണ്ട്. ഇതിപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ലോൺ ഡീറ്റെയിൽസ് കാണിച്ചത്. നിങ്ങളിപ്പോൾ ലോൺ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനുള്ള പേജ് ആയിരിക്കും വരുന്നത്. അതിൽ നിങ്ങളെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ സാധാരണ ലോൺ ആപ്പിലൊക്കെ ലോൺ എടുക്കും പോലെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഓപ്ഷൻ കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലോൺ ഡീറ്റെയിൽസ് കാണിച്ചത്. ഇതാണ് ഈ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നഷ്ടമാണ്, നമുക്ക് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നഷ്ടമാണ്. ആലോചിച്ചിട്ട് മാത്രം ലോൺ എടുക്കുക.